ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ വ്യക്തിപരമായ കാര്യങ്ങള് സർ ആവശ്യമില്ലാതെ തലയിട്ടാൽ തിരിച്ചത് എനിക്ക് സാധിക്കും സർ. പോലീസ് സ്റ്റേഷനിലെ 4 ചുവരുകൾക്കുള്ളില് സാറ് ചിലപ്പോ രാജാവ് കളിക്കുന്നുണ്ടാവും. പക്ഷേ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ആ കളി എന്നോട് വേണ്ട. ഹരി, ഞാൻ പോട്ടെ. ഞാനൊന്ന് ആനന്ദിനെ കാണാൻ പോവാ. കണ്ടിട്ട് ഉടനെ എങ്ങെത്താം. എന്താടാ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ സമയമില്ല നിനക്ക്? സ്റ്റേഷനിൽ വിളിപ്പിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാ നിങ്ങളോട്. എന്നിട്ടെന്താടി അനുസരിക്കാനൊരു ബുദ്ധിമുട്ട്? സാറേ, ഈ എടി പൊടി എന്നുള്ള വിളിയൊന്നും വേണ്ട. സാറിനോട് പറഞ്ഞിരുന്നത് ഹരിയുടെ വീട്ടിൽ ഒന്നിച്ച് താമസിക്കാൻ പാടില്ലെന്നല്ലേ? ഞങ്ങളിപ്പോ 2 വീട്ടിലാ താമസിക്കുന്നത്. വഴിയിൽ വെച്ച് ഞാൻ ആരെ കാണണം, ആരോട് സംസാരിക്കണമെന്നൊക്കെ സാറിനോട് അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അല്ല, സാറിന് ഭാര്യയില്ലേ? അവര് പുറത്തു വെച്ച് ആണുങ്ങൾ ആരോട് സംസാരിക്കാറില്ലേ? അങ്ങനെ സംസാരിച്ചാ സാർ അവിഹിതത്തിന് കേസെടുക്കോ? അങ്ങനെയാണോ ശീലം? നീ എന്റെ കുടുംബകാര്യങ്ങൾ പറയാറായോടി? എന്റെ വ്യക്തിപരമായ കാര്യങ്ങള് സർ ആവശ്യമില്ലാതെ തലയിട്ടാൽ തിരിച്ചത് എനിക്ക് സാധിക്കും സർ. പോലീസ് സ്റ്റേഷനിലെ 4 ചുവരുകൾക്കുള്ളില് സാറ് ചിലപ്പോ രാജാവ് കളിക്കുന്നുണ്ടാവും. പക്ഷേ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ആ കളി എന്നോട് വേണ്ട. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പരിധിയൊക്കെ എനിക്കും അറിയാം. ഓ, രണ്ടുപേരും കൂടി ഈ വിപ്ലവമൊക്കെ ആയിരിക്കും സംസാരിച്ചുകൊണ്ടിരുന്നത്. കളിച്ചു തുടങ്ങിയാലേ അവസാനം വരെ രണ്ടുപേരും ഗ്രൗണ്ടിൽ ഉണ്ടാകണം. അല്ലാതെ തലകുനിച്ച് പിന്തിരിയാനാണ് ഭാവമെങ്കിൽ പുറകെ വന്ന് തേടി പിടിച്ചാണ് എന്റെ ശീലം. സാറേ, നാട്ടിൽ പരിഹരിക്കപ്പെടാത്ത ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട്. ഈ ചങ്കൂറ്റൊക്കെ ആ കാര്യങ്ങൾ കാണിച്ചുകൂടെ സാറിന്? അല്ല, നാട്ടുകാർക്കിടയിൽ നല്ല പേരുണ്ടാവും. ചിലപ്പോ നല്ല സർവീസിന് ഒരു പാരിതോഷികവും കിട്ടും. എന്തിനാ സാറേ മറ്റുള്ളവരുടെ വാക്കും കേട്ട് ഈ വില കുറഞ്ഞ പണിക്ക് നടക്കുന്നത്? ഓ, സാറിന്റെ കയ്യില് ഞാൻ പെണ്ണ് പിടിച്ച കേസ് ഇരിക്കുകയാണല്ലോ. എന്റെ വായടയ്ക്കാൻ അത് ധാരാളമാ അല്ലേ? സാറേ, ഒന്ന് പോ സാറേ. സാറ് ജെആറിന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ടെങ്കിലേ അത് ജെആറിന്റെ മുന്നിൽ മതി ഈ കൂറ് കാണിക്കലൊക്കെ. ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചോളാം. അപ്പൊ നിയമം അറിയാം, വ്യക്തിയുടെ അവകാശങ്ങളും അറിയാം. അറിയാത്തത് എന്റെ കൈക്കരുത്താ. അതും വൈകാതെ ഞാൻ അറിയിച്ചു തരാം. എന്താ ചെയ്യാ? പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയ ഇത്രയൊക്കെ പറഞ്ഞു പോവില്ലേ? എന്തായാലും CI സാറിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. തന്നെ പേടിപ്പിക്കാൻ എളുപ്പമല്ലാന്ന്. മിക്കവാറും ഇപ്പൊ ജീവനോട് റിപ്പോർട്ട് ചെയ്യും.
ഹരി പോകാനുള്ളിടത്ത് പോ. ഞാനും വീട്ടിലേക്ക് പോവാ. ചോദ്യം ചെയ്യാൻ വന്നാല് മറുപടി ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ എനിക്ക് ഇഷ്ടമായി. കരച്ചിലിടയ്ക്ക് ഇപ്പൊ കാണിച്ച ചങ്കൂറ്റുണ്ടല്ലോ, അത് മതി ഹരിക്കും നിത്യക്കും ജീവിക്കാൻ. The number you are calling is not reachable. Please call again later. Standard rate of the number is reachable. The number you are calling is not reachable. Please call again later. Standard rate of the number. ഹലോ സുജാതെ, അതെ, ഹരിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അയ്യോ രാമകൃഷ്ണേട്ടാ, നിത്യ ഫോൺ എടുത്തിട്ടില്ല. അവളുടെ ഫോൺ ഇവിടെയുണ്ട്. അല്ല, അവര് എവിടെയാ അവരെന്ന് അറിയില്ല. പിന്നെ തേടി പോയിരിക്കുന്നവനെ അറിയാലോ, ഒന്നും ചെയ്യാൻ മടിക്കാത്തവനാ. എന്നോട് കുറെ ബഹളം വെച്ചു, ഞാനും കുറെ സംസാരിച്ചു. അല്ല, ബഹളത്തിന് ഇവിടെ ഒരു കുറവുണ്ടായിരുന്നില്ല. മുറി തുറന്ന് പരിശോധനയൊക്കെ ഉണ്ടായി. സുജാതെ, ഏറ്റവും വിചിത്രമായിട്ട് തോന്നിയത് ഇതിനൊക്കെ കൂട്ടു നിൽക്കാനായി രഘു വരുന്നു എന്നുള്ളതാ. രഘുവേട്ടനെ കുറിച്ച് ഇനി നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല രാമകൃഷ്ണേട്ടാ. ദൈവങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോ നമ്മള് വല്ലാതെ അങ്ങ് തളർന്നു പോയില്ലേ? അതുപോലൊരവസ്ഥയാണ് രഘുവേട്ടന്റെ കാര്യത്തിൽ. രഘുവേട്ടൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റാരെ കൊണ്ടും സാധിക്കില്ലെന്ന് ഉള്ളിലൊരു അഹങ്കാരം കൊണ്ട് നടന്നിരുന്നു ഞാൻ. ഇപ്പൊ അത് അങ്ങനെ തന്നെയായി. ആർക്കും പറ്റില്ല ഇത്രയും തരം താഴാൻ. അല്ല സുജാതെ, ചാകാൻ വരെ തോന്നി എനിക്ക്. അയ്യോ, അത് രഘുവേട്ടനെ എനിക്ക് എന്റെ കൺമുമ്പിൽ ഇങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ അത് ചെയ്യാത്തത് എന്താണെന്നറിയോ? എന്റെ മോളെ ആലോചിച്ചിട്ട് അവളെ എനിക്ക് ജീവിപ്പിക്കണം. അതിന് എന്റെ ജീവിതം ഹോമിക്കേണ്ടി വന്നാലും അതങ്ങ് പോട്ടെ എന്ന് വെക്കും ഞാൻ. എല്ലാം കൊണ്ടും കഷ്ടകാലാണ് സുജാതെ. ഒരു രീതി പറഞ്ഞ അടിമകള് തന്നെ, ജീവിക്കാനും കരയാനും അവകാശമില്ലാത്ത അടിമകള്. ഇനിയിപ്പോ അച്ഛനും മോനും എളുപ്പമാണ്.